ട്രംപിനെ തള്ളിപ്പറയുന്ന ലോകരാജ്യങ്ങളുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. അതായത് ഇറാന്റെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപിന്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ന് ട്രംപിന്റെ കൂടെയില്ല, ഇറാന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഇപ്പോഴും ട്രംപിനെ തള്ളിപ്പറയാൻ മടിയുള്ള ഒരേ ഒരു രാജ്യം അത് നമ്മുടെ രാജ്യം തന്നെയാണ്. എങ്കിലും നമ്മൾ ട്രംപിനെ തള്ളിപ്പറയാണ്ട് ഇറാനെ പൊക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. വല്ലാത്തൊരു നയതന്ത്രം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏതാണെങ്കിലും ട്രംപിനോട് മുഖത്ത് നോക്കി പച്ചക്ക് താങ്കൾ ചെയ്യുന്ന യുദ്ധം അത് ഞങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ യുദ്ധമല്ല, നിങ്ങളുടെ മാത്രം യുദ്ധമാണ്, അതുകൊണ്ട് ലോകത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രിമാർ മുന്നോട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രസ്താവനകളാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കാനഡ നോർഡ്രിച്ച് ഉച്ചകോടി നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇവിടെ ഈ ഒരു ഓസ്ലോ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുള്ള ലോക നേതാക്കൾ ഈ അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. അവർ ഏത് രീതിയിൽ അതിനെ കാണുന്നു, അവർ ഏത് രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കുറച്ച് അതിൽ ചില രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് കേൾക്കണം. നമ്മൾ വെറുതെ ഇവരുണ്ട് അവരിത് പറയുന്നു ഇവരിത് പറയുന്നു എന്ന് പറയണമല്ല. യഥാർത്ഥത്തിൽ ഏതാണ് ഈ രാജ്യങ്ങൾ, ഇവരൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കേണ്ടത്. അതായത് നോർവേയിലെ ഓസ്ലോയിൽ നടക്കുന്ന കാനഡ നോർഡ്രിച്ച് ഉച്ചകോടിയിലാണ് ട്രംപിനെതിരെയുള്ള ആഗോള പ്രതിഷേധം പ്രകടമാക്കിയത്. നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരാണ് കനേഡിയൻ പ്രധാനമന്ത്രിനെ ഒരുപാട് ഉയർത്തി പറഞ്ഞുകൊണ്ട്, കാരണം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ ഒരുപാട് ഉയർത്തി. കാരണം ഒരു കാര്യം അല്ലെങ്കിൽ ട്രംപിന്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ആളെ ഒരുപാട് പ്രശംസിച്ച് ട്രംപ് കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളെ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ രാജ്യങ്ങളുടെയൊക്കെ നേതാക്കൾ ഇന്നലെ അവിടെ സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഡെൻമാർക്കിന്റെ പ്രതിഷേധം നമുക്ക് ആദ്യം പറയാം. ഗ്രീൻലാൻഡിന്റെ മേൽ ട്രംപ് നടത്തുന്ന ഭീഷണികൾ അത് സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് ഡാനിഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരമാധികാരമുള്ള രാജ്യങ്ങളെ ബഹുമാനിക്കാനും ട്രംപിന് അത് അറിയില്ല എന്നുള്ളതും, ട്രംപ് മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി സമ്മർദ്ദ തന്ത്രം പുറത്ത് കാണിച്ചിട്ടാണ് ട്രംപ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതായത് അവർക്ക് എക്സ്ട്രാ താരിഫും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ട്രംപ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അത് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഓസ്ലോ ഉച്ചകോടിയിൽ ചേർന്നിട്ടുള്ള ആളുകളോട് ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി തുറന്നടിച്ച് സംസാരിച്ചിട്ടുള്ളത്. For all the help we have received in the Kingdom of Denmark, Greenland and Denmark, we have had a totally unacceptable pressure from US and the US president. It has been very difficult for the people in Greenland to experience this. And one of the reasons why we have been able to stand firmly on very common values, that you have to respect sovereign states, that you have to respect a people's right for self-determination, is because of our good friends. In the Nordic countries, in Europe, but also with partners outside, especially you, Mark. So from the bottom of my heart, thank you for that. But with everything going on now, with the war going on in Ukraine, US unfortunately lifting up sanctions on Russia, a war in Middle East, countries like ours have to stand together. We have to stick together and we have to work together. And that is what we have committed ourselves to do once again. So thank you, Jonas, for convening us. അത് മാത്രമല്ല, ഇറാന്റെ യുദ്ധവും അന്താരാഷ്ട്ര നിലപാടുകളും ഇവരുടെ ഉള്ളിലുള്ള ഇറാനെതിരെ ട്രംപ് നടത്തുന്ന നീക്കങ്ങളെ അനധികൃത യുദ്ധം എന്നാണ് നോർവേയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജൊനാസ് ഗാവ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതായിട്ടുണ്ട്. അതായത് ഹോർമോസ് കടലിടുക്കിലേക്ക് സൈന്യത്തെ അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിനെ കംപ്ലീറ്റ്ലി തള്ളിക്കളയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. I think we are not part of this war. We did not initiate it, but we are all affected by it. So I think there's a clear call here that international law must be respected, and it should be the responsibility of the concerned parties to find ways of ending the hostilities that now have great impact around the world. We are concerned to see that there is still an escalation. There are still worries about how the world economy will be affected by the energy situation around the Gulf. For our part, we will use any channel we have, any opportunity we have to urge the parties to find a way that will not escalate this war. I think that's what we can say. It is not our war. It seems to us that the plan for how it will develop is pretty unclear.
And that's the danger with initiating wars, that they rarely follow a script. അവർ മാത്രമല്ല, നമ്മൾ കണ്ടു ജപ്പാൻ, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ട്രംപിന്റെ അല്ലെങ്കിൽ ട്രംപ് കാണിക്കുന്ന ഒരു പരമാധികാരമുള്ള രാജ്യത്ത് പോയിട്ട് ട്രംപും ഇസ്രായേലും കാണിക്കുന്നത് ചെറ്റത്തരമാണ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞങ്ങളുടെ സൈന്യത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യ ഒരു പദവിയെ ഞങ്ങൾ തരുന്നതുമല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രസ്താവനകൾ. അതുമാത്രമല്ല, അമേരിക്ക എന്ന് പറഞ്ഞ ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ലോക ഗുണ്ടകളെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ സുരക്ഷാ പാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയെ കംപ്ലീറ്റ് ഒഴിവാക്കുക, അതിന് പകരം ഒരു സുരക്ഷാ പാക്റ്റുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ നേതാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആർട്ടിക് മേഖലയിലെ സുരക്ഷാ പ്രതിരോധം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ കനഡ കൂടുതൽ സഹകരണം ശക്തമാക്കും. ട്രംപിൻ്റെ അമേരിക്കയില്ലാത്ത ഒരു പുതിയ ലോകക്രമം തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്, ഒരു ന്യൂ വേൾഡ് ഓർഡർ തന്നെ വിഭാവനം ചെയ്യണം എന്നാണ് ഈ ഒരു ഉച്ചകോടിയുടെ ഔട്ട്കം ആയിട്ട് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. Because you show leadership, you were talking about how democracies can work together and that we have to connect even closer in this world where the old world order is gone and it will probably not come back. So we have to build something new, and it has to be a world order that is built on the values that we represent, the leaders standing in front of you today. I am very grateful, I have to say this. നമ്മൾ ഇന്നലെ മറ്റൊരു കാര്യം കൂടെ കണ്ടു. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് മാക്രോണും അതുപോലെ തന്നെ അബ്ബാസ് അറാക്ചിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ട്രംപിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലോക പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ പരസ്പരം സംസാരിക്കാനും അതുപോലെ തന്നെ അവരുടെ നയങ്ങൾ കൈമാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയെ ആശ്രയിക്കാതെ സ്വന്തം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കാനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തീരുമാനിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത് ട്രംപിൻ്റെ സ്വാധീനം കുറയ്ക്കാനുള്ള മറ്റൊരു നീക്കമായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. ഇവൻ നമ്മൾ പോലും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, ട്രംപിനോട് പ്രത്യേകിച്ചൊന്നും പറയാണ്ട് നമ്മൾ നേരിട്ട് ഈ ഇറാനുമായിട്ട് സംസാരിച്ചു, നമ്മുടെ കപ്പലുകൾ വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. നമുക്കത് പറഞ്ഞേ പറ്റൂ. പക്ഷേ നമ്മൾ ഇത് പറയാൻ ഒരുപാട് വൈകിപ്പോയി. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം മുന്നോട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇസ്രായേലിനെ വിളിച്ചിട്ട് അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തു. യുദ്ധത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഗ്യാസ് മുട്ടിയെന്ന് തോന്നിയ സമയത്താണ് നമുക്ക് ഇവരെ വിളിക്കാൻ തോന്നിയത്. അതുവരെ നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ അല്ലെങ്കിൽ സൈലൻ്റ്ലി നമ്മൾ ട്രംപിൻ്റെ കൂടെ എന്നുള്ളൊരു കാണിക്കൽ കാണിച്ചിട്ട് അത് ട്വീറ്റായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ വിളിച്ചു, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഞാൻ വിളിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പച്ചക്ക് ട്വീറ്റ് ഇടുക. അതിനുശേഷം ഇറാൻ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളോട്ട് ഇറാൻ ആക്രമിക്കുമ്പം അങ്ങോട്ടുള്ള ഓരോ ഷെയ്ഖുമാരെയും വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അവസാനം അവർ കാംനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക നേതാവിനെ കൊന്നുകളഞ്ഞ സമയത്ത് അതിന് മിണ്ടാട്ടമില്ലാണ്ട് അവസാനം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും മറ്റുള്ള ആളുകളും ശക്തമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ പേരിനൊരു അതും പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയിട്ട് പേരിനൊരു കുറിപ്പ് എഴുതി പോന്നു. അതും കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 13-ാമത്തെ ദിവസം എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ചൈന, റഷ്യ, മറ്റ് ബംഗ്ലാദേശ് മറ്റ് രാജ്യങ്ങളെ സഹായിച്ച പോലെ അല്ലെങ്കിൽ അവരുടെ ഷിപ്പിനെ വിടുന്ന പോലെ നമ്മളെ വിടുന്നില്ല എന്ന് പൂർണ്ണ ഉറപ്പ് വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ജയശങ്കർ വിളിച്ചു, മോദി വിളിച്ചു, നമ്മൾ വീണ്ടും ഇറാൻ്റെ കൂടെ എന്നുള്ളത് മറ്റേ ഒരു തള്ള അവിടെ കൊണ്ട് തള്ളി. ഇപ്പം നമ്മൾ നയത്തിൽ കാര്യങ്ങൾ എടുക്കുക. പക്ഷേ ഇറാൻ്റെ പ്രതിനിധി വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം, ഇന്ത്യയായിട്ട് ഇന്നലെയല്ല നമ്മൾ കരാറുകളും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധമുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുതരാണ്. അല്ലാണ്ട് അവിടെ എവിടെയും മോദിയുടെ പേരോ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പേരോ അതല്ലെങ്കിൽ ജയശങ്കറിൻ്റെ പേരോ പ്രതിപാദിക്കാണ്ട് ഇറാനിയൻ വക്താവ് ഇന്നലെ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. Heart of Indians people are with Iran. Now also they are suffering from shortage of gas, shortage of petrol, and they have to provide them and help them and support them. അപ്പം ഇത്തരത്തിലാണ് ലോകക്രമങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ വിശ്വഗുരു സംഘികളുടെ മനസ്സിൽ മാത്രമാണ് അല്ലെങ്കിൽ സംഘികളുടെ ഇടയിൽ മാത്രമാണ് വിശ്വഗുരുവിന് ലോകത്തിൽ എത്രത്തോളം വിലയുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ കഴിഞ്ഞ കുറച്ച് യുദ്ധം തുടങ്ങി ഈ ദിവസം വരെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. വിശ്വഗുരു വെറും 0 ഗുരുവാണെന്നും ചക്കക്കുരുവാണെന്നുള്ള ഒരു പൂർണ്ണ എന്താ പറയുക തെളിവാണ് നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് കാല് പിടിച്ചിട്ടാണെങ്കിലും നമുക്കിവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അല്ലെങ്കിൽ കാല് പിടിച്ചിട്ടാണെങ്കിലും
അവസാനം നമ്മൾ ഗ്യാസും മറ്റ് പെട്രോളിയം കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് തീരുമാനിക്കാം. ഇനി അത് മാത്രമല്ല, കുവൈറ്റിൻ്റെ ഒരു വിശകലനം വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന കാശ് മൊത്തം ട്രംപിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാശുകൾ മൊത്തം, അതായത് മിഡിൽ ഈസ്റ്റ് മൊത്തം കൊടുക്കുന്ന കാശ് യുദ്ധത്തിലേക്ക് കൊടുത്തിട്ട് നമ്മളെ യുദ്ധത്തിലോട്ട് തള്ളിവിട്ടല്ലോ എന്ന് കുവൈറ്റിലെ ചില ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ മന്ത്രി മന്ത്രാലയത്തിലെ കുറച്ച് ആളുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. We need to know that you cannot appease Zionists. You cannot buy influence. Look at Jared Kushner. We know how much he took from the Gulf. It's open source public info. And now the same countries that gave him all that money for zero return are facing strikes and bombs. And they're trying to make it seem as if it is our duty to carry on the job that Israel wants to continue, which is a very crazy idea to begin with. So we need to change the way we think how we can influence Washington. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ നയതന്ത്ര സമീപനങ്ങൾ അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായിട്ട് പോലും നല്ലൊരു രീതി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഇപ്പം സ്റ്റാമർ നമുക്കറിയാം, UK പ്രധാനമന്ത്രി ട്രംപിനെ തള്ളി പറയുന്നത് നമ്മൾ കണ്ടു, സ്പെയിൻ തള്ളി പറയുന്നത് കണ്ടു, ജർമ്മനി തള്ളി പറയുന്നത് കണ്ടു. ഇപ്പം ഈ ഒരു സമ്മിറ്റിൽ തന്നെ അവിടെ കൂടിയിട്ടുള്ള ഓരോ രാജ്യങ്ങളും ട്രംപിനെ തള്ളി പറയുന്നത് കണ്ടു. ഇവർക്ക് ആർക്കും ഈ ഒരു യുദ്ധത്തിനോട് താല്പര്യമില്ല എന്നും അല്ലെങ്കിൽ ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ മേൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ട്രംപിൻ്റെ പരിപാടികളെന്നും പച്ചക്ക് പറയാനുള്ള ആ ഒരു ആർജവം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു ലോകക്രമത്തിനുള്ള തുടക്കമാവട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ചൈനനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ റഷ്യൻ എടുത്തു കഴിഞ്ഞാലും അവർ തുടക്കം മുതലേ ഇറാൻ്റെ ഒപ്പമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ അബ്ബാസ് അറാക്ചി വീണ്ടും വന്ന് ഇന്നലെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, അതായത് ചൈനയും റഷ്യയും ഞങ്ങൾക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പല രീതിയിലും. അത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് സൈനിക നടപടികളിലൂടെ ഞങ്ങളുടെ കൂടെയാണ് അവർ എന്ന് പച്ചക്ക് പറയുന്നത് നമ്മൾ കേട്ടു. Well, Russia and China are our strategic partners. And we have had close cooperation in the past, which is still continues. And that includes military cooperation as well. I'm not going into any details of that. A good cooperation with these two countries, politically, economically, even militarily. ഇതൊക്കെയാണ് ഇപ്പം ലോകത്ത് നടക്കുന്ന, യുദ്ധമല്ലാണ്ട് ലോകത്ത് നടക്കുന്ന ഒരുപാട് ഇതിൻ്റെ അണിയറയിലും ഇതിൻ്റെ ഉള്ളറകളിലും നടക്കുന്ന കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.